ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ ഡെസ്ക് മേക്ക് ഓവറാണ്. എൻ്റെ ഡ്രീം ഡെസ്ക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു കടൽ ക്ലൗഡിൻ്റെയൊക്കെ ഒരു ഫീൽ എനിക്ക് ഈ ഒരു മേക്ക് ഓവറിനോട് എന്തായാലും ഉറപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹിദൂസ് പെൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഗ്നി ചേച്ചി നമുക്ക് അയച്ചു തന്ന ആ ഒരു ഗീവ് അവേയിൽ ആ ഒരു ഗിഫ്റ്റായിട്ടും അതേപോലെ പെൻപാടായിട്ട് അയച്ചു തന്ന വോൾ പോസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത്. ഫസ്റ്റ് തന്നെ നമ്മുടെ വോളിലുള്ള എല്ലാ സംഭവങ്ങളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. ടേബിളിലെല്ലാം മാറ്റിയിട്ടുണ്ട്. ഫസ്റ്റ് ആ ഒരു വിരൽ വെച്ച് കാണിച്ചത് പുതിയ എക്സ്റ്റൻഷൻ ആയിട്ട് ചുമ്മാ ഒന്ന് നെയിൽ വെച്ചപ്പോൾ ഉള്ള ഒരു ഷോ, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളത് വലിയ കാര്യമൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം ഇളക്കി പറക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം വോൾ പോസ്റ്റേഴ്സ് എല്ലാം ഞാൻ ഇങ്ങനെയാണ് ഒട്ടിച്ചത് കേട്ടോ. എനിക്കങ്ങ് നിറഞ്ഞു നിർത്തി വയ്ക്കാൻ തോന്നി. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടോ, ഇത് ഞാൻ ഹാൻഡ് മെയ്ഡ് ഉണ്ടാക്കിയത് എങ്ങൊന്നും മേടിച്ചില്ല. ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ക്ലൗഡ് ക്രോസ് എന്ന് പറഞ്ഞ ചാനലിൽ പോയി ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതൊന്നും ഒരു കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ, പിന്ന് ചെയ്ത് വെച്ചേക്കാം. അപ്പം നിങ്ങൾ അതിൽ കയറിയിട്ട് നോക്കുക. അപ്പം ഞാൻ ലൈറ്റും വെച്ചിട്ടുണ്ട്. ഇതാണ് നൈറ്റ് വ്യൂ എന്ന് പറയുന്നത്. ആ ഒരു ഞാൻ ഫസ്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടാണ് ഒരു ഹൗസ് വെച്ചിരുന്നത്. ആ ഹൗസ് നേരെ ഇവിടെ ആക്കി. അന്നേരം നമ്മൾ നേരത്തെ വെച്ച ഒരു റോസും ആ ഒരു ബട്ടർഫ്ലൈ ഇല്ലേ, അതിങ്ങനെ വെറുതെ ഇരിക്കേണ്ടതെന്ന് കരുതി ഞാൻ എന്ത് ചെയ്തു, അവരെ ആ ഒരു ബാലൻസ് വന്ന ആ ഒരു പച്ച ഇത് ഞാനൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിന് താഴെ വെച്ചു. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു പെൻ ഓർഗനൈസർ അത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പെയിൻസൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ഡസ്റ്റ് ബിന്ന്, ചെറിയ ഹൗസ്, മിനിയേച്ചർ ഐറ്റംസ്, ഇവരെല്ലാം നമ്മുടെ ചാനൽ തുടങ്ങിയപ്പോൾ ഉള്ള കൂട്ടുകാരല്ലേ. അപ്പോൾ ഇവരെയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ടേബിളൊക്കെ ഇതാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെയും കൂടെ ശാപങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങണമല്ലോ. സോ നമ്മളെല്ലാവരെയും വെച്ചിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോ നീട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 മിനിറ്റ് കൂടുതൽ വേണമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളുടെ സ്കൂൾ ലൈഫൊക്കെ എങ്ങനെ പോകുമെന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഡെസ്ക് എങ്ങനെയുണ്ട്, ഇങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പെയിൻറ്റും എല്ലാം ഞാൻ ഇവിടെ വലിച്ചു വാരിയിട്ടിരുന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു മേക്ക് ഓവറിൻ്റെ ഭാഗമായിട്ട് എല്ലാം വലിച്ചു വാരിയിട്ടിരുന്നതാണ്. എൻ്റെ സ്റ്റഡി ടേബിളും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സെറ്റ് ചെയ്ത് പെയിൻറ്റ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അധികം പാർട്ടിസിപ്പേറ്റേഴ്സ് കുറവാണ്. നമ്മുടെ ഫസ്റ്റിൻ്റെ ആ ഒരു ഗീവ് അവേയുടെ ആ ഒരു ഗിഫ്റ്റ് ചെറുതാണെങ്കിൽ ഒരുപാട് പാർട്ടിസിപ്പേറ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഗീവ് അവേയുടെ ഗിഫ്റ്റ് കുറച്ചുകൂടെ വലുതാണ്, പക്ഷേ പാർട്ടിസിപ്പേറ്റൻസ് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പം വിന്നറാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ചെന്നൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോയി. നമ്മുടെ ഗിഫ്റ്റ് കാണണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയേ ചെയ്യരുത്. നമ്മുടെ ലോങ് വീഡിയോയിൽ കമൻറ്റ് മാത്രം ചെയ്താൽ മതി. നമ്മുടെ ഗിഫ്റ്റ് ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് എനിക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ ഷോർട്സ് ചെക്ക് ചെയ്യുമ്പോൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള അവസരം ഒന്നും കാണിക്കില്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ ആ ഒരു നൈറ്റ് വ്യൂ, അല്ലെങ്കിൽ ഇത് പകലത്തെ വ്യൂ ആണ്. നൈറ്റ് വ്യൂ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗീവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഹിദൂസ് പെൾ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നമ്മുടെ ക്ലൗഡി ക്രൂസിൻ്റെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ഹിദൂസ് പെളിലേക്ക് പെൻപാൽ അയക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഗിഫ്റ്റ് കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതോടെ ഇങ്ങ് വരുമ്പോൾ നമ്മുടെ ഹിദൂസ് പെളിലേക്ക് ഗിഫ്റ്റ് അയക്കും. നമ്മുടെ അഗ്നി ചേച്ചിക്ക് ഗിഫ്റ്റ് അയക്കുന്ന വീഡിയോയും നമ്മുടെ ഗിവ് അവേ വിന്നറിന് ഗിഫ്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നാളെ ഇടും. പക്ഷേ ആളെ സെലക്ട് ചെയ്തിട്ടില്ല. ആളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരെ അഡ്രസ്സ് അങ്ങ് ഒട്ടിച്ചിട്ട് നേരെ കൊറിയർ കൊടുത്താൽ കേട്ടോ. നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയായിരിക്കും അയക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.